കോഴിക്കോട് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ ഉണ്ണികൃഷ്ണൻ നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തകൻ, മാന്യമായ പെരുമാറ്റം. എന്നാൽ അയാളുടെ മുഖംമൂടി അഴിഞ്ഞു വീണ ദിവസമാണിത്. കോഴിക്കോട്ടുകാരുടെ നന്മയ്ക്ക് കളങ്കം വീഴ്ത്തിയ ഉണ്ണികൃഷ്ണനെ ഒരു കവർച്ചാ കേസിൽ പോലീസ് പിടികൂടി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി വയോധികയായ യാത്രക്കാരിയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന കേസിലാണ് അറസ്റ്റ്. ഇവിടുത്തെ ഓട്ടോക്കാർക്കെതിരെ സമാനമായ നിരവധി പരാതികളും ഉയരുന്നുണ്ട്. ബുധനാഴ്ച പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി KSRTC സ്റ്റാൻഡിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ വയനാട് സ്വദേശിയായ 69-കാരിയാണ് കവർച്ചയ്ക്ക് ഇരയായത്. ആളൊഴിഞ്ഞ സ്ഥലത്തുവെച്ച് ഡ്രൈവർ യാത്രക്കാരിയുടെ മാല പൊട്ടിച്ചെടുക്കുകയും ഇവരെ ഓട്ടോയിൽ നിന്ന് തള്ളിയിട്ട ശേഷം കടന്നുകളയുകയുമായിരുന്നു. വീഴ്ചയിൽ പരിക്കേറ്റ വൃദ്ധ 1 മണിക്കൂറോളമാണ് വഴിയരികിൽ കിടന്നത്. ഇതിനിടെ ചിലരോട് സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ ബസിൽ കയറി കൂടരഞ്ഞിയിലെ സഹോദരന്റെ വീട്ടിലെത്തിയ ശേഷമാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പ്രതിയുടേത് എന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും മഴ പെയ്തതിനാൽ അവ്യക്തമായിരുന്നു. LPG ഓട്ടോറിക്ഷയാണെന്ന വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചത്. നഗരത്തിലെ 300-ലധികം ഓട്ടോറിക്ഷകൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. നമ്മുടെ ആളുടെ ഒരു ട്രാക്ക് ചെയ്ത ശേഷം കുറേ ശാസ്ത്രീയമായിട്ട് അന്വേഷണം നടത്തിയ ശേഷം ഇന്നലെ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതി ഒരു ഉണ്ണികൃഷ്ണൻ നല്ലളം ലിമിറ്റിൽ താമസിക്കുന്ന ആളാണോ? ഇയാൾ സാധാരണ രാത്രി കാലഘട്ടത്തിലാണോ ഓട്ടോ ഓടിക്കുന്നത്? ആ ദിവസം ഈ മദ്യപിക്കാറുണ്ടായിരുന്നു. ഇയാൾക്ക് നേരത്തെ തന്ന ഒരു 2 കേസ്, വലിയ ഇതുപോലെ കേസില്ല, നേരത്തെ ഒരു നമ്മുടെ അടിപൊളി കേസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നു. അത് 3 കേസായിരുന്നു. ബാക്കി ഇയാളുടെ വേറെ ഹിസ്റ്ററി ഇല്ല. ഉണ്ണികൃഷ്ണനാണ് പ്രതിയെന്ന് വ്യക്തമായതോടെ ആദ്യം പോലീസ് ഞെട്ടി. കാരണം നഗരത്തിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു ഉണ്ണികൃഷ്ണൻ. മാന്യമായ പെരുമാറ്റമെന്ന കോഴിക്കോട്ടെ ഓട്ടോ പെരുമയ്ക്ക് കോട്ടം തട്ടുന്ന നിരവധി പരാതികൾ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്നതായി പോലീസ് വ്യക്തമാക്കി. രേഖകൾ ഇല്ലാതെയും ലഹരി ഉപയോഗിച്ചും വാഹനമോടിക്കുന്ന ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.